പൊതുജനം മണ്ടന്മാരാണെന്നുള്ള തെറ്റിദ്ധാരണ എന്ന് മുതലാണ് ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും വന്നു തുടങ്ങിയത്? ശരിയാണ്, ജീവിക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ ഒരുപക്ഷെ മലയാളി രാജ്യസഭയിൽ എന്ത് സംഭവിക്കുന്നു, ലോക്സഭയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ സമയമില്ല. എന്നാൽ വസ്തുതകൾ കണ്ടാൽ അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്രബുദ്ധരായ മലയാളികൾക്ക് ഇന്നും നല്ല കഴിവുണ്ട്. 3 കാര്യങ്ങളാണ്. കഴിഞ്ഞ മാസം 29/7/2026 രാജ്യസഭ MP അബ്ദുൽ വഹാബ് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു, അതിൽ നിന്ന് പിന്മാറാൻ എന്തെങ്കിലും സാങ്കേതികവും നിയമപരവും ഭരണഘടനാപരവുമായിട്ടുള്ള തടസ്സങ്ങളുണ്ടോ? സർക്കാർ ഉത്തരം നൽകി, ഒരു തടസ്സവും ഇല്ല, പിന്മാറാം. 2, ഇതേ ദിവസം തന്നെ MP ആയിട്ടുള്ള രാജ്യസഭ MP ജെബി മേത്തർ ഒരു ചോദ്യം ചോദിച്ചു. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിന് എന്തെങ്കിലും ഒരു ഫണ്ട് ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അനുവദിച്ചിട്ടുണ്ടോ? ഉത്തരം നൽകി, ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 99 കോടി രൂപയോ? അത് RTE, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടും സർവശിക്ഷ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായിട്ടും അനുവദിച്ച തുകയാണ്. അടിപൊളി. 3-മതായിട്ട് കഴിഞ്ഞ ഫെബ്രുവരി 2, 2026 ഡീൻ കുര്യാക്കോസൻ ലോക്സഭയിൽ ചോദിച്ച ചോദ്യമാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച തുകകളും അത് കൈപ്പറ്റിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റും, കൂടാതെ സർവശിക്ഷ അഭിയാൻ ഭാഗമായിട്ട് അനുവദിച്ച തുകകളും അത് കൈപ്പറ്റിയിട്ടുള്ള ലിസ്റ്റും, സംസ്ഥാനങ്ങളുടെ ലിസ്റ്റും. 1-മത്തെ ലിസ്റ്റിൽ കേരളം ഇല്ല, 2-മത്തെ ലിസ്റ്റിൽ കേരളമുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ബഹുമാന്യനായിട്ടുള്ള MP ഷാഫി പറമ്പിൽ ചോദിച്ചപ്പോഴും ഈ പറഞ്ഞ സർക്കാരും ഈ പറഞ്ഞ ആളുകളും ഉത്തരം കൊടുത്തു. ഇതൊക്കെ ഈ പറഞ്ഞ വെബ്സൈറ്റ്സിലും ഈ പറഞ്ഞ ഡാറ്റാബേസിലും ഒക്കെ. പിന്നെ എന്തിനാണ് പച്ചക്കള്ളം പറഞ്ഞ് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ ജനങ്ങളെ സാധാരണക്കാരെ പറ്റിക്കുന്നത്? ഇതിൽ നിന്ന് നോക്കിയ 3 കാര്യങ്ങൾ ക്ലിയർ ആണ്. 1, PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങി അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. 2, ഒരു ഫണ്ടും PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിന് ലഭിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. 3, ലഭിച്ച 99 കോടി എന്ന് പറയുന്നത് RT ഗ്രാന്റ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഗ്രാന്റും സർവശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. രാഷ്ട്രീയ ജാതി മതമന്യേ ഇമാതിരി പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരോട്, സാമൂഹിക തലവന്മാരോട്, പാർട്ടിക്കാരോട്, ജനങ്ങളോട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. മലയാളികൾ ആരും മണ്ടന്മാരല്ല. സാങ്കേതിക വിദ്യ വിരൽ തുമ്പിൽ കൊണ്ട് നടക്കുന്നതാണ് അനവധി ആളുകൾ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതത് വെബ്സൈറ്റുകളിൽ നിന്നും ഡാറ്റാബേസുകളിൽ നിന്നും എടുക്കാനൊന്നും സമയം വേണ്ട. ഒരു പക്ഷെ ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ, വർഷങ്ങൾ നിങ്ങൾ കണ്ണിൽ പൊടിയിടും. എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ മലയാളികളോട് ഉത്തരം പറയേണ്ട സാമൂഹിക ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക.